നിലമ്പൂരിൽ വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ പോരാട്ടം അങ്ങനെ മുറുകുകയാണ്. വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പര്യടനം ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ്. ചുങ്കത്തറ, അമരമ്പലം പഞ്ചായത്തുകളിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തും. വിവരങ്ങളുമായി വിപിൻ C വിജയനും ഷഹദ് റഹ്മാനും ചേരുകയാണ്. ആദ്യം വിപിൻ C വിജയനിലേക്കാണ്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് ഒരു പൊതുവായ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും വീട് വീടാന്തരം കയറിയുള്ള പ്രവർത്തനത്തിനു കൂടി LDF പ്രാമുഖ്യം നൽകുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസവും ഈ പറഞ്ഞതുപോലെ എം സ്വരാജ് പല വീടുകളിലും എത്തി നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചയുമുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം കൂടിയാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് LDF? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. പറഞ്ഞതുപോലെ ഈ LDFന്റെ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം അവർക്കിറക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള കൺവെൻഷനുകൾ പരമാവധി വോട്ടുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇന്നലെ പൊത്തുകൽ പഞ്ചായത്തിലായിരുന്നു, ഇന്നിപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലാണ്. ഒപ്പം തന്നെ ഈ കൺവെൻഷനുകളിലേക്ക് സംസ്ഥാന നേതാക്കളെ കൂടി എത്തിക്കുന്നുണ്ട്. വികസനം കാര്യങ്ങൾ ചർച്ച ചെയ്യുക, 9 വർഷത്തെ സർക്കാർ ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. കാരണം ഇപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിലേക്കൊന്നും കടക്കാതെ അതൊക്കെ അവഗണിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ടയായി തീരുമാനിച്ചിരിക്കുന്നത്. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പരമാവധി പറയുക എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഒരു ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം അത് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു. PV അൻവറിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി, ഒരു വഞ്ചനയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ കൺവെൻഷനിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ വഞ്ചന എന്തായിരുന്നു എന്നതിനെയൊക്കെ സംബന്ധിച്ച് താൻ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുമെന്നാണ് PV അൻവർ പറഞ്ഞത്. അത് ഇന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് 9 മണിക്കാണ്. ഒപ്പം PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു. ആ പത്രിക തള്ളിയിട്ടുണ്ട്. സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുക. അത് PV അൻവർ ബോധപൂർവം തൃണമൂൽ കോൺഗ്രസിൻ്റെത് തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയെന്നുള്ള ആരോപണങ്ങൾ എതിരാളികൾ ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്കും അപ്പോൾ ഒരു മറുപടി ഉണ്ടാവും. ഇപ്പോൾ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ചില സ്വകാര്യ സന്ദർശനങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ അൻവർ കടന്നിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഒരു പരസ്യ പ്രചാരണത്തിലേക്ക് കടന്നിട്ടില്ല. കൺവെൻഷനുകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിലും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നുള്ളത് ദേശീയ നേതൃത്വം കൂടി അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വോട്ടുറപ്പിക്കൽ. BJPയെ സംബന്ധിച്ചും നാളെയാണ് അവരുടെ കൺവെൻഷൻ. സുരേഷ് ഗോപി തന്നെയാണ് കൺവെൻഷന് വേണ്ടി നിലമ്പൂരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ക്രിസ്റ്റീന, സ്മിത. വിപിൻ C വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. ഷഹദ്, ഈ LDF ആയാലും UDF ആയാലും നമ്മൾ കാണുന്നത് പണ്ടൊക്കെ ഈ പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളെ കൊണ്ടുവരുന്ന ഒരു കാലം. പക്ഷേ ഇപ്പോൾ യുവനിരയെ മുന്നോട്ട് വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുന്നതും വോട്ട് ചോദിക്കുന്നതും എല്ലാം തന്നെ. അതുമാത്രമല്ല, അവർ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം അതുകൂടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ കഴിഞ്ഞ ദിവസം വളരെ വൈറലായ ഒരു പോസ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും PC വിഷ്ണുനാഥും അതുപോലെ ഷാഫി പറമ്പിൽ ആ വണ്ടി ഓടിക്കുന്നു. അങ്ങനെ യുവനിര അവരുടെ ഒരു ഊർജം കാണാൻ കഴിയുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണോ അവരുടെ പ്രചാരണങ്ങൾ? തീർച്ചയായും. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. അതായത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് യുവാക്കളെ കളത്തിലിറക്കി പരമാവധി യുവാക്കളുടെ വോട്ട് തേടുക എന്ന ലക്ഷ്യമാണ് UDF മുന്നിൽ കാണുന്നത്. കാരണം അല്പം മുമ്പ് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ PK ഫിറോസും ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെയാണ് ഈ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. സ്മിത സൂചിപ്പിച്ച ആ ദൃശ്യങ്ങൾ ഇന്നലെയായിരുന്നു. ഇന്നലെ ഒരു ഘട്ടത്തിലാണ് അത്തരത്തിൽ ഷാഫി പറമ്പിൽ വാഹനം ഓടിക്കുന്നു. ബാക്കിയുള്ള യുവ നേതാക്കളൊക്കെ യുവ MLA-മാരൊക്കെ തന്നെ വാഹനത്തിലിരുന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിന് ഇറങ്ങുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത്. അത് സമാനമാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് UDF കൊണ്ടുപോകുന്നത്. കാരണം യുവ നേതാക്കളുടെ ഒരു സാന്നിധ്യമുണ്ട്. ഒപ്പം തന്നെ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിൽ പ്രചാരണ വേളയിൽ രംഗത്തിറങ്ങുന്നതും അതോടൊപ്പം തന്നെ ഈ വോട്ട് പിടിക്കാനും ഒക്കെ തന്നെയായിട്ട് കൂടുതൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇന്ന് UDF-നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് പര്യടനം ഇന്നും ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കം, പഞ്ചായത്ത് തല പര്യടനത്തിൻ്റെ. ഇന്ന് അമരമ്പലത്തും അതുപോലെ തന്നെ ചുങ്കത്തറ എന്ന് പറയുന്ന 2 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ പര്യടനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 9 മണിയോടുകൂടി ഇന്നത്തെ പര്യടനം ആരംഭിക്കും. തുടർന്ന് രാത്രി 9 മണിയായിരിക്കും പര്യടനം അവസാനിക്കുക എന്നുള്ളതാണ് ഷെഡ്യൂൾ പ്രകാരമുള്ള ഷെഡ്യൂൾ. അപ്പം ആ രീതിയിലാണ് കോൺഗ്രസ് ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ച് അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം മുൻപ്
കേരളത്തിലെങ്ങും ഇല്ലാത്ത വിധം വലിയ ചിട്ടയോട് കൂടിയിട്ടാണ് അവരുടെ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ഒരേ സ്വരമാണ്, എല്ലാവരും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ്. മാത്രവുമല്ല ഈ യുവ നേതാക്കളൊക്കെ തന്നെ ഫുൾ സമയം, അത് മുഴുവൻ സമയവും ഇവിടെ മണ്ഡലത്തിൽ സജീവമാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പരിപാടികളും കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം പറയാൻ. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ അതായത് അണിയറയിൽ ഏതെല്ലാം തരത്തിലുള്ള കരുനീക്കങ്ങൾ നടത്തണമോ അത്തരം കരുനീക്കങ്ങളൊക്കെ മുതിർന്ന നേതാക്കളും, എന്നാൽ കളത്തിലിറങ്ങി കളിക്കുന്ന യുവ നേതാക്കളുമാണ്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ്. മുൻ വർഷങ്ങളെക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ഈ മണ്ഡലത്തിൽ വിജയിച്ച് കയറും എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇവരെല്ലാവരും വെച്ചു പുലർത്തുന്നത്. വിപിൻ സി വിജയനും ഷഹദ് റഹ്മാനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.